ജില്ലയിൽ മിന്നൽ ചുഴലി. ചാമക്കാരയിലും ഗുരുവായൂരിലും എളവള്ളി മണ്ണാൻപാറയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പനിമരണങ്ങൾ കൂടുന്നു. ഈ മാസം പകുതി പിന്നിടുമ്പോൾ പനി ബാധിച്ച് മരിച്ചത് 43 പേർ. ജില്ലയിൽ എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനൂർ ഒറ്റത്തെങ്ങ് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നിയമിച്ച ഡോക്ടർ വി.കെ. ബേബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ജില്ലാ കോൾ കർഷക സംഘം. ഇൻസെന്റീവ് തുക അടക്കം 1 കിലോ നെല്ലിന് 35 രൂപ സംഭരണ വില നൽകണമെന്നും കോൾ കർഷക സംഘം. RJD സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. LDF-ൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ടെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിൽ മിന്നൽ ചുഴലി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എരുകുളം ബസാർ മുതൽ തൈക്കാട് വരെ ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലാണ് ചുഴലി ആഞ്ഞുവീശിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് നാടിനെ വിറപ്പിച്ച് ചുഴലി വീശിയടിച്ചത്. ചുഴലി കടന്നുപോയ സ്ഥലങ്ങളിലെ വൃക്ഷങ്ങളെല്ലാം പിഴുതെറിഞ്ഞു. മരം വീണ് 20ഓളം വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരക്കൊമ്പുകളും ഷീറ്റുകളും കാറ്റിൽ മീറ്ററുകളോളം ദൂരത്താണ് ചെന്നു പതിച്ചത്. ചാണാശ്ശേരി വാസുവിന്റെ വീട്ടിലെ തൊഴുത്ത് നിലംപൊത്തി. മതിൽ തകർന്നു. തരകൻ ജെയ്സൺ, കരകെട്ടി ഷാമില, വലിയകത്ത് ഹംസ എന്നിവരുടെ വീട്ടുമതിലുകൾ തകർന്നു. ചാണാശ്ശേരി മോഹനന്റെ ശുചിമുറി നിലംപൊത്തി. കുഴിക്കാടത്ത് ഷീജിയുടെ വീട്ടിലെ വിറകുപുര തകർന്നു. കൃഷ്ണപ്രിയ അപ്പാർട്ട്മെന്റിലെ ട്രസ് തകർന്നു വീണു. കരുമത്തിൽ മുരളി, തെക്കേച്ചിറ ശശി, മുളങ്കൂടത്ത് ഉണ്ണി, പയ്യപ്പാട്ട് ജയൻ, പല്ലത്ത് സുരേഷ്, പാറാന്തൊടിയിൽ നാരായണൻ, രാമനത്ത് ജബ്ബാർ, രാമനത്ത് ഷെരീഫ, മൂക്കത്തയിൽ അൻസാർ, കാണങ്കോട്ട് പ്രസന്ന എന്നിവരുടെ വീടുകളിലെ ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇരുട്ടിലായി. പകൽ സമയത്തായതിനാൽ ആളപായം ഉണ്ടായില്ല. റോഡുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. നഗരസഭ ആരോഗ്യ വിഭാഗവും RRT വളണ്ടിയർമാരും KCB ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. TC വിനോസ്, ഗുരുവായൂർ. ചന്ദ്രാപിനി ചാമക്കാലയിൽ മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 2 വീടുകൾ ഭാഗികമായി തകർന്നു. ചാമക്കാലയിൽ സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റിൽ പരക്കെ നാശനഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പി പൊട്ടി. ചാമക്കാല പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ഇടവഴിപ്പുറത്ത് വീട്ടിൽ മുത്തുവിന്റെ ഓടിട്ട വീടിന് മുകളിലാണ് മരം വീണത്. പള്ളത്ത് വീട്ടിൽ വിജയന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിൽ മരം വീണ് ഭാഗികമായി തകർന്നു. എറിയാട്ട് ഹരിയുടെ വീടിന് മുകളിലും തെങ്ങ് വീണു. സംഭവസമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പനക്കൽ ബാലകൃഷ്ണന്റെ മകൻ ഗിരിനാഥന്റെ കാറിന് മുകളിൽ മരം വീണു. വീടിന് മുൻപിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് തകർന്നു. പ്ലാവ് വീണ് പുറക്കുളം നാസറിന്റെ വീട്ടുപറമ്പിലെ ഷീറ്റ് മേഞ്ഞ ഷെഡും ഇലഞ്ഞിമരം ഒടിഞ്ഞു വീണ് കാളത്തേടത്ത് ഗോപിയുടെ ആട്ടിൻകൂടിനും കേടുപാടുകൾ സംഭവിച്ചു. എളവള്ളി, പറക്കാട്, മണ്ണാൻപാറ മേഖലകളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. തച്ചംകുളം വാസു, പുല്ലാനിപ്പറമ്പിൽ രമേശൻ, കൂട്ടാലിക്കൽ ദ്രൗപദി, പറങ്ങനാട്ട് ലോഹിതാക്ഷൻ, കുന്നത്തുള്ളി സഹദേവൻ, വട്ടംപറമ്പിൽ ശ്രീനിവാസൻ തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശമുണ്ടായിട്ടുള്ളത്. ജാതിമരങ്ങളും വാഴയ്ക്കും തേക്കും പ്ലാവും മാവും ഒടിഞ്ഞു വീണു. കൂട്ടാലിക്കൽ ദാമോദരന്റെ വീടിന് മുകളിലെ ഷീറ്റ് പറന്നുപോയി. പറങ്ങനാട്ട് സുരേഷിന്റെ ചുറ്റുമതിൽ കനത്ത മഴയിൽ തകർന്നു വീണു. വൈദ്യുതി ലൈൻ പൊട്ടിയതിനാൽ പല ഭാഗങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു. ചാലക്കുടി വിയാർപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരവും വൈദ്യുതി കമ്പി പൊട്ടി വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന വിയാർപുരം സ്വദേശികളായ ദമ്പതികളെ വീടിന് മുൻപിൽ ഇറക്കാനായി ഓട്ടോ നിർത്തിയ ഉടനെയാണ് മരം വൈദ്യുതി ലൈൻ അടക്കം ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണത്. മരത്തോടൊപ്പം വൈദ്യുതി കമ്പികൾ താഴേക്ക് വീണുവെങ്കിലും ലൈൻ ഓഫായിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികളെ വീട്ടിലേക്ക് കടത്തിവിട്ടത്. ഡ്രൈവർ പുറത്തിറങ്ങി വാർഡ് കൌൺസിലർ ഷിബു വാലപ്പനെ അറിയിച്ചതിനെ തുടർന്ന് KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്ത് മരം വെട്ടിമാറ്റി.
സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. തൃശൂരിന് പുറമെ എറണാകുളം, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് മഴ ശക്തമാകാൻ കാരണം. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് പനിമരണങ്ങൾ കൂടുന്നു. ഈ മാസം പകുതി പിന്നിട്ടപ്പോൾ പനി ബാധിച്ച് 43 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ മാസം 78 പേർ പനി ബാധിച്ച് മരിച്ചിരുന്നു. എലിപ്പനി ബാധിച്ച് 49 പേരും 24 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 12,204 പേർ പനി ബാധിച്ച് ചികിത്സയിലാണ്. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനിയൂർ ഒറ്റത്തെങ്ങ് മാവേലി റോഡിൽ കാഞ്ഞിരപ്പറമ്പിൽ 31 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിട്ടുമാറാത്ത പനി മൂലം ഒരാഴ്ച മുൻപാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. നെല്ല് സംഭരണത്തിന് നൽകിക്കൊണ്ടിരുന്ന ഇൻസെന്റീവ് തുകയായ 8 രൂപ 80 പൈസ കുറയ്ക്കരുതെന്നും ഇൻസെന്റീവ് തുക അടക്കം 1 കിലോ നെല്ലിന് 35 രൂപ സംഭരണ വില നൽകണമെന്നും തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കർഷകരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നിയമിച്ച ഡോക്ടർ VK ബേബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. കൃഷിവകുപ്പ് ശുപാർശ ചെയ്യുന്ന ഏക്കർ ഒന്നിന് 240 കിലോ കുമ്മായവും ഗുണമേന്മയുള്ള വിത്തും ഈ വർഷം കൃഷിയിറക്കുന്നതിന് നൽകണം. കോൾചാലുകളിലെ ചണ്ടി, കുളവാഴ തുടങ്ങിയവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വാർഷിക ജനറൽ ബോഡി യോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK കൊച്ചു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ, KK രാജേന്ദ്രബാബു, ഗോപിനാഥ് കുളങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. LDFിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ടെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം മുന്നണിയെ നേരത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ RJD മുന്നോട്ട് വച്ചിരുന്നു. അതിനുശേഷം LDF യോഗം ചേർന്നിട്ടില്ല. നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ അത്ര ലാഘവത്തോടുകൂടി ചോദിക്കുന്നത് ആ പരാതി ഉണ്ട്. അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സമയം വരുമ്പോൾ അവർ പരിഗണിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ RJD മുന്നോട്ട് വെച്ച എന്തെങ്കിലും തിരുത്തലുകൾ അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്? കഴിഞ്ഞ കമ്മിറ്റിയിൽ പറഞ്ഞാണല്ലോ. അല്ല, LDF അതിൻ്റെ സമീപനം ഉണ്ടായിരുന്നു. LDF പിന്നെ കൂടിയിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിൽ നമ്മൾ കൃത്യം ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ അവരോട് പറഞ്ഞാണ്. ഇപ്പം ഇനിയും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. രാജ്യസഭാ സീറ്റ് കഴിഞ്ഞില്ലേ? അല്ല, ആ ഒരു പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ് നിലവിൽ നിൽക്കുന്നത്. അതിൽ വലിയ തരത്തിലൊരു മുന്നൊരുക്കം RJDയുടെ നേതൃയോഗത്തിൽ ഉണ്ടാവും. എല്ലാത്തും അതിൻ്റെ സമയമുണ്ട് ദാസ, മനസ്സിലല്ലേ? ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. 60-ലധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. 1977 റിലീസ് ചെയ്ത മധുനായകനായ ധീരസമീരെ യമുന തീരെയായിരുന്നു അരോമ മണിയുടെ ആദ്യ നിർമ്മാണ സംരംഭം. 10-ലധികം മലയാളം, തമിഴ് സിനിമകൾ സംവിധാനം ചെയ്തു. ധ്രുവം, ഒരു CBI ഡയറിക്കുറിപ്പ്, ജാഗ്രത, കോട്ടയം കുഞ്ഞച്ചൻ, കമ്മീഷണർ, 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. 1985 പുറത്തിറങ്ങിയ തിങ്കളാഴ്ച നല്ല ദിവസം, 1986 പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഭക്തർക്ക് വിതരണം ചെയ്ത ഭഗവാന്റെ ലോക്കറ്റ് മുക്കുപണ്ടമാണെന്ന ആരോപണം ഞെട്ടിക്കുന്നതാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പറഞ്ഞു. വൻ വില ഈടാക്കിയാണ് സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം വിതരണം ചെയ്യുന്നത്. ഇതിന്റെ മറവിൽ വലിയ അഴിമതി നടന്നതായി കരുതേണ്ടിയിരിക്കുന്നു. സംഭവത്തിൽ ഉടൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഭക്തർ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണ്ണമാണ് ദേവസ്വം ലോക്കറ്റുകളാക്കി അമിതവിലയ്ക്ക് വിൽക്കുന്നത്. അതിലും വെട്ടിപ്പ് നടത്തുന്നുവെന്നത് ഗുരുവായൂരപ്പ ഭക്തരോടുള്ള വെല്ലുവിളിയാണ്. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കുവാൻ
രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ 55 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പേളയ്ക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവെ പിന്നിലിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചതാണ് അപകടമുണ്ടാക്കിയത്. റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ശനിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. മുന്നിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തുവെങ്കിലും ഭണ്ഡാരങ്ങൾക്കുള്ളിൽ ലോക്ക് സിസ്റ്റം ഉള്ളതിനാൽ തുറക്കാനായിട്ടില്ല. ക്യാഷ് കൌണ്ടറിലെ മേശ തുറന്ന് പരിശോധിച്ചുവെങ്കിലും ഒന്നും എടുത്തിട്ടില്ല. തെളിവുകൾ ലഭിക്കാതിരിക്കാൻ മോഷ്ടാവ് വാതിൽപ്പടിയിലും ക്ഷേത്രത്തിനകലെയുള്ള ശുചിമുറിക്ക് സമീപത്തും മുളകുപൊടി വിതറിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓടുകളും ഇളക്കി മാറ്റിയ നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിലെ വ്യാപാരികളോട് അവഗണനയെന്ന് പരാതി. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്ന് എപ്പോൾ വേണമെങ്കിലും ആളുകളുടെ തലയിൽ പതിക്കാവുന്ന നിലയിലാണ്. കെട്ടിടത്തിൽ 20 സ്ഥാപനങ്ങളായി 40 ജീവനക്കാരാണ് ഉള്ളത്. അതിൽ 20 പേരും സ്ത്രീകളാണ്. കെട്ടിടത്തിന്റെ ടെറസ് ഭാഗം മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറി. കെട്ടിടം വ്യാപാരികൾക്ക് തുറന്നു കൊടുത്തിട്ട് 24 വർഷം കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്ന് കെട്ടിടത്തിലെ വ്യാപാരികളും ജീവനക്കാരും പറയുന്നു. കെട്ടിടത്തിന്റെ മെയിൻ്റനൻസ് തീർക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ളൊരു ക്ഷേമ പ്രവർത്തനത്തിനോ അറ്റ് ലാസ്റ്റ് ബാത്റൂം പോലും ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇതിനൊന്നും യാതൊരു സാഹചര്യമില്ല. അതിനുശേഷം പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വേറൊന്നും നടത്തിയിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വാടക അടയ്ക്കാനായിട്ട് ഒല്ലൂർ പറ്റില്ല, തൃശ്ശൂർ പോയി നിൽക്കണം. അത് കാലത്ത് പോയാൽ വൈകുന്നേരം ആകുമ്പോൾ വരുമോ. അപ്പോൾ എല്ലാ നിലയ്ക്കും ഞങ്ങൾക്ക് ഒരു അവഗണന മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേൽക്കൂരയിലെ തകർന്ന ഷീറ്റ് മാറ്റുവാനോ പെയിന്റിംഗ് നടത്താനോ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കെട്ടിടത്തിന് ബലക്ഷയവും സംഭവിച്ചു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും കെട്ടിടം തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും ജീവനക്കാരും. പലതവണ കോർപ്പറേഷൻ അധികൃതർക്ക് വ്യാപാരികൾ പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ വാക്ക് തർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. ചാപ്പാറ കൊളപ്പറമ്പിൽ വേണുവിനാണ് കുത്തേറ്റത്. ചാപ്പാറ ITC ജംഗ്ഷന് സമീപത്തായിരുന്നു സംഭവം. വേണുവും നാട്ടുകാരനായ സതീശനും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൈക്ക് പരിക്കേറ്റ വേണുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസം തുമ്പൂർമുഴി 10:06 സംഭവം. അതിരപ്പള്ളിയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുള്ളൂർക്കരയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. കാർ യാത്രികനായ ഷൊർണൂർ സ്വദേശിക്ക് നിസ്സാര പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. അപകടത്തിൽ വൈദ്യുതി തൂൺ പൂർണ്ണമായും ഒടിഞ്ഞു. കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിൽ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിന് പുറകിൽ ഹിപ്നോട്ടിസം അല്ലെന്ന് വിദഗ്ധ നിരീക്ഷണം. 4 വിദ്യാർത്ഥികൾ അബോധാവസ്ഥയിലായത് കരോട്ടിഡ് കംപ്രഷൻ എന്ന പ്രക്രിയയിലൂടെയാണ്. ചോക്കിംഗ് ഗെയിം, സ്പേസ് മങ്കി ഗെയിം, പാസ് ഔട്ട് തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന ഈ പ്രക്രിയ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ വ്യാപകമാണ്. അപകടകരമായ ഈ വിനോദം പലപ്പോഴും മരണത്തിന് വരെ കാരണമായിട്ടുണ്ട്. കഴുത്തിലോ തൊണ്ടയിലോ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മനഃപൂർവ്വം നിയന്ത്രിക്കുന്നതാണ് ഈ ഗെയിം. ഇതുവഴി ഗെയിം കളിക്കുന്നവർ മിനിറ്റുകളോളം അബോധാവസ്ഥയിലാകും. ശ്വാസമുട്ടൽ ഗെയിം എന്നും അറിയപ്പെടുന്ന ഈ വിനോദം ബോധക്ഷയം, മസ്തിഷ്കക്ഷതം എന്നിവയിലേക്കും നയിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശരിക്കും കുട്ടികൾ പരീക്ഷിച്ചത് ഹിപ്നോട്ടിസം അല്ല, ചോക്കിംഗ് ഗെയിം അല്ലെങ്കിൽ ഫെയിൻറ്റിംഗ് ഗെയിം എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. തലച്ചോറിലേക്ക് രക്തപ്രവാഹം അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രവാഹം കട്ട് ചെയ്യുക. അതിന് കരോട്ടിഡ് ആർട്ടറിയിൽ ഒരു പ്രസ് കൊടുത്തിട്ട് രക്തപ്രവാഹം കുറയ്ക്കുക. കുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക്
ഒരു ഉന്മാദാവസ്ഥ, അതായത് ഒരു ഡ്രഗ്, കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലുള്ള ലഹരി ഉപയോഗിച്ച ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. പല രാജ്യങ്ങളും ഈ ഗെയിം നിരോധിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളിലും ചെറുപ്പക്കാരിലും ഇത് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ച വീഡിയോ കണ്ടാണ് ചോക്കിംഗ് ഗെയിം പരീക്ഷിച്ചത്. ടിക്ടോക്ക് പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഈ അപകടകരമായ വിനോദം വ്യാപകമായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ ലഹരി ഉപയോഗം പോലെ ഇത്തരം വിനോദങ്ങൾ ഗുരുതരമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് സൂചന. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കടങ്ങോട് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിനെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നാട്ടുകാർക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാലങ്ങളായിട്ട് ഈ റോഡ് കുണ്ടും കുഴിയും ആകെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ മഴക്കാലമായ കാരണം നമ്മുടെ വീടിവിടെ തൊട്ടടുത്താണ്. വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് വെള്ളത്തിന്റെ ശല്യവും ഇനിയിപ്പോ ഈ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു പോണവരായാലും സ്കൂൾ കുട്ടികളായാലും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ കുഴിയിലൊക്കെ വീണിട്ട് നിറയെ പേര് ഇപ്പോ കുറെ പേർക്ക് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടുകാർ കുറച്ച് പേരൊക്കെ കൂടിയിട്ടാണ് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ നിൽക്കുന്നത്. കുണ്ടും കുഴിയായിട്ട് കുറെ പേര് ഓട്ടോറിക്ഷയിൽ പോകുമ്പോ ഇതേപോലെ കുറെ പേര് വീണുണ്ട്. ഞങ്ങളെ അടുത്തുള്ളതാണ്, തൊട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങളാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ആൾക്കാരനെ പറഞ്ഞയക്കണത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണതൊക്കെ. അപ്പൊ ഭയങ്കര കുഴപ്പങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന വലിയ കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കുഴികളിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ വാടകയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഒരു ഓട്ടം വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല. വണ്ടി കുണ്ടുകളെല്ലാം ചാടിയിട്ട് വണ്ടിയുടെ എച്ചിൽ മുറിയ, യാത്രക്കാർ വീഴുക എന്നും ബൈക്കാരോട് താങ്ങിക്കൊണ്ടാണ് നേരുള്ളൂ. ഈ റോഡ് 2 കൊല്ലമായി ഇവിടെ ഈ കടകോട് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. ഓടിക്കിട്ടുന്ന പൈസ നമുക്ക് വർഷാപ്പ് കൊടുക്കാൻ തയ്യാറില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരുടെ ദേഹത്തേക്കും വസ്ത്രങ്ങളിലേക്കും ചെളിവെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കി യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, എരുമപ്പെട്ടി. യുവാവിനെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻപടിക പള്ളത്തുവെട്ടിൽ വിനീതനെയാണ് പാവറട്ടി SI പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന വിനീത് ഒപ്പമുണ്ടായിരുന്ന എടത്തിരിഞ്ഞി കൊല്ലാറ വീട്ടിൽ അനിൽകുമാറിനെ അന്നകര കള്ളുഷാപ്പിന് സമീപത്ത് വെച്ച് ഇരുമ്പുവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. 4 മാസമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വിനീതനെ തലശ്ശേരിയിലുള്ള ലോഡ്ജിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യ നോവൽ തൃശൂരിൽ പ്രകാശനം ചെയ്തു. അക്ഷരമുഖി അദ്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന ഈ കൗതുക പുസ്തകം രചിച്ചത് ആറ്റൂർ സന്തോഷ് കുമാറാണ്. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ബാലസാഹിത്യകാരൻ മാസ്റ്റർ സദാശിവയ്ക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. തമിഴ് സാഹിത്യകാരി മേഖല ചിത്രവേൽ രചിച്ച സൗഗന്ധി എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഡോക്ടർ D രാമനാഥൻ ഹൈക്കോടതി രജിസ്ട്രാർ AV പ്രദീപ് കുമാറിന് നൽകിയും പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ കാവിൽ രാജ് അധ്യക്ഷത വഹിച്ചു. മേഖല ചിത്രവേൽ വിശിഷ്ടാതിഥിയായി. അധ്യാപകനും സാഹിത്യകാരനുമായ സുദർശനം സുകുമാരൻ പുസ്തക പരിചയം നടത്തി. സാഹിത്യകാരൻ ശശി കളരിയേക്കൽ, നോവലിസ്റ്റ് രഞ്ജിത്ത് ഭദ്രൻ, ഗായകൻ മനോജ് കമ്മത്ത്, അഡ്വക്കേറ്റ് B ഗിരീശൻ, മധു കാര്യാട്ട്, ദേവി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 33ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ അവിസ്മരണീയമായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് ജയനിഷ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സോപാന സംഗീതം, തിരുവാതിരക്കളി, നാടൻപാട്ടടക്കമുള്ള വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ അടക്കം കോളേജിലെ മുൻ വിദ്യാർത്ഥികളായ 40ഓളം പേർ അണിനിരന്ന ആൽത്തറമേളം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. കാൽപന്ത് കൊണ്ട് ഇതിഹാസം രചിച്ച പാപ്പച്ചന്റെ മേളപ്രകടനം സഹപാഠികളെ ആവേശത്തിലാഴ്ത്തി.
മേളത്തിന് പിന്നാലെ അണിനിരന്ന സംഗീത കച്ചേരി ഒത്തുചേരലിന്റെ മാധുര്യം ഇരട്ടിപ്പിച്ചു. പിന്നീട് ഇതേ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി രാഷ്ട്രീയ, കലാ, സാംസ്കാരിക മേഖലകളിലടക്കം വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന മീറ്റ് ആൻഡ് ഗ്രേറ്റ് സംഗമവും നടന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി VC ഖബീർ, മുൻ MLA TV ചന്ദ്രമോഹൻ, നടിയും നർത്തകിയുമായ ഊർമിള ഉണ്ണി അടക്കമുള്ളവർ അനുഭവങ്ങളും നിലപാടുകളുമെല്ലാമായി വീണ്ടും ഒത്തുകൂടി. ഇവരെ ചടങ്ങിൽ സംഘടന ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ നിലവിലെ അവസ്ഥയെ പരാമർശിച്ച മുൻ മന്ത്രി കബീർ, പ്രിൻസിപ്പാൾമാർക്ക് അടികൊള്ളുന്ന കാലമായി വിദ്യാഭ്യാസ രംഗം മാറിയെന്നും ഇത് ദൈവം പോലും പൊറുക്കില്ലെന്നും അഭിപ്രായപ്പെട്ടു. ദൈവവിശ്വാസവും സ്നേഹവും പരസ്പര ബഹുമാനവും പുതുതലമുറയ്ക്കുണ്ടാകട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രസംകൊല്ലിയായി പെയ്ത കനത്ത മഴയെ അവഗണിച്ചും നിരവധി പേരാണ് പഴയ സൗഹൃദം പുതുക്കി ആഘോഷത്തിൽ പങ്കുചേരാൻ വീണ്ടും കലാലയമുറ്റത്തേക്കെത്തിയത്. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിന്നിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി റോഡിന്റെ ഒരു ഭാഗമാണ് നിലവിലെ റോഡ് പൊളിച്ച് മണ്ണ് മാറ്റി കോൺക്രീറ്റ് ചെയ്യുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഊരകം സെൻട്രലിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചേർപ്പിലെത്തി പെരുമ്പള്ളിശ്ശേരി വഴിയും, തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള റോഡ് മാർഗവും, ഒല്ലൂർ, ആനക്കല്ല് ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരുവുള്ളക്കാവ്, കിഴക്കേ നടവഴി, കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലൂടെ കയറിയും പോകേണ്ടതാണ്. പാറമേക്കാവ് ഭഗവതിയുടെ ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിന്റെ വാതിൽ ചെമ്പിൽ പണിത് സ്വർണ്ണത്തകിട് പൊതിഞ്ഞ വാതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. പേര് വെളിപ്പെടുത്തുവാൻ താൽപര്യമില്ലാത്ത ഭക്തർ ആവശ്യമായ സ്വർണം വഴിപാടായി ക്ഷേത്രം സെക്രട്ടറി G. രാജേഷിന് കൈമാറി. പത്തനംതിട്ട പരിമല മാന്നാർ അനു അനന്തൻ ആചാര്യാണ് വാതിൽ നിർമ്മിക്കുന്നത്. ഏതാനും ദിവസം മുൻപാണ് പാറമേക്കാവ് ഭഗവതിയുടെ ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിന്റെ വാതിൽ 27 കിലോ വെള്ളിയിൽ നിർമ്മിച്ച് സമർപ്പിച്ചത്. സ്വർണ്ണവാതിലിന് മാത്രം ഏതാണ്ട് 1 കിലോ 350 ഗ്രാം തങ്കം ആവശ്യമായി വരും. ചിങ്ങമാസത്തിൽ സ്വർണ്ണവാതിൽ ഭഗവതിക്ക് സമർപ്പിക്കും. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫിക്കും ചിത്രകലയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സ്നേഹം എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കലാമ്യൂസിയമാണ് കൊടകരയിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിലെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. മനുഷ്യവികാരങ്ങളിൽ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹ മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. ലോകത്തിലെ വിവിധ കലാകാരന്മാർ അത് ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ അവരുടെ കലയെ പലതരത്തിലും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത്തരം കലാകാരന്മാർ നമ്മുടെ പരമ്പരാഗത കലാകാരന്മാർ മുതൽ അന്താരാഷ്ട്ര ആധുനിക കലാകാരന്മാർ വരെയുള്ള എല്ലാവരെയും ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന വികാരം എല്ലാ കാലത്തും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ കലകളും മറ്റ് കരകൗശല സാധനങ്ങളും ടെക്സ്റ്റൈലും എല്ലാം അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ, അതെല്ലാം സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാവാവുന്ന രീതിയിൽ, എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ആണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ കൊടകരയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്ന് പറയുന്ന പേരിൽ തുടങ്ങാൻ പോകും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തെ അധിഷ്ഠിതമായി സൃഷ്ടിച്ച 250ഓളം ചിത്രങ്ങൾ, ശില്പങ്ങൾ, സാഹിത്യകൃതികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ, പുരാണങ്ങളിലെ പ്രണയിനികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഹെർബർട്ട് ആഷ്മാൻ, വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ എന്നിവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടാകും. ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രവേശന പാസ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മ്യൂസിയം കാണാനാകും. TCV ന്യൂസ്, കൊടകര.
കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മേനോൻ ബസാർ വിളക്കുപറമ്പിൽ സമീറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രസ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയോട് പ്രണയം നടിച്ച് ഇയാൾ പലപ്പോഴായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നുമാണ് കേസ്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. SI K സാലിം, ഗ്രേഡ് ASI മിനി, CPOമാരായ ഗിരീഷ്, വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ജവഹർ ബാലഭവനിൽ നടന്ന കൺവെൻഷൻ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KG സെൽമബായി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി രാജൻ പൈക്കാട്ട്, സംസ്ഥാന ട്രഷറർ ജോബിൻ വയനാട് തുടങ്ങിയവർ സംസാരിച്ചു. ബ്രിട്ടു ജെയിംസ്, NR വിനോദ് കുമാർ, ദിനേശ് പൂക്കയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഹാസ്യലോകത്തെ പ്രതിഭകളെ പങ്കെടുപ്പിച്ച വാമൊഴി വരമൊഴി ഹാസ്യം എഴുത്തിലും അരങ്ങിലും എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടി ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ അനുഭവങ്ങളും ഭാഷയും മാലയിൽ കോർത്ത രത്നങ്ങളായി രൂപപ്പെടുത്തിയതിനാലാണ് കുഞ്ചൻ നമ്പ്യാർക്കും വൈക്കം മുഹമ്മദ് ബഷീറിനും P. ഭാസ്കരനും ഇന്നും മരണമില്ലാത്തതും അവരുടെ സൃഷ്ടികൾ കാലാനുവർത്തികളായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നടൻ സുനിൽ സുഗത, BKK രമേശ്, നന്ദകിഷോർ, എഴുത്തുകാരായ K. രഘുനാഥൻ, MD രാജേന്ദ്രൻ, PR കേശവനും തുടങ്ങിയവർ പങ്കെടുത്തു. ജയരാജ് വാര്യരും സുനിൽ സുഗതയും നന്ദകിഷോറും അവതരിപ്പിച്ച ഹാസ്യത്തിന്റെ ഭിന്നരൂപങ്ങൾ ശ്രദ്ധേയമായി. CPIക്ക് പിന്നാലെ പാർട്ടിയുടെ യുവജന സംഘടനയായ AIYFും തൃശൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത്. മേയറുടെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അപമാനകരമാണെന്ന് AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു. AIYF തൃശൂർ മണ്ഡലം ശില്പശാല ഒളരിക്കയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും കയ്യാൾ പോലെയാണ് മേയർ MK വർഗീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും മേയറുടെ പ്രവർത്തനം ഇത്തരത്തിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് സിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധൻ, ട്രഷറർ VC വിനോദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടിറ്റോ വിജയകുമാർ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ ജോയ് വർഗീസ്, KL മഹേഷ്, കരാട്ടെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്ന് 1000-ൽ പരം കായിക താരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രവാദ്യകല ക്ഷേമസഭയുടെ 4ാം വാർഷിക സമ്മേളനം പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോളിൽ നടന്ന സമ്മേളനത്തിൽ തൃപ്രയാർ അനിയന്മാരാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ക്ഷേമസഭയുടെ ഈ വർഷത്തെ പുരസ്കാരം മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർക്ക് സമ്മാനിച്ചു. ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. ക്ഷേത്രവാദ്യകല ക്ഷേമസഭ മുഖ്യരക്ഷാധികാരി കിഴക്കൂട്ട് അനിയന്മാരാർ, സെക്രട്ടറി ലിമേഷ് മുരളി, ഉപദേശക സമിതി അംഗങ്ങളായ ചെറുശ്ശേരി കുട്ടന്മാരാർ, നെച്ചിക്കോട്ട് ഉണ്ണികൃഷ്ണൻ, ഒളരിക്കര സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ 2000-2005 വർഷത്തെ കൌൺസിലർമാരുടെ സംഗമം നടന്നു. മേയർ MK വർഗീസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർമാരായ K. രാധാകൃഷ്ണൻ, IP പൂൾ, രാജൻ ജെ പല്ലൻ, ഡെപ്യൂട്ടി മേയർ ML റൂസി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ,
പ്ലാറ്റിനം ഗ്രാമിന് 3663 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ജില്ലയിൽ മിന്നൽ ചുഴലി. ചാമക്കാലയിലും ഗുരുവായൂരിലും ഇളവള്ളി മണ്ണാൻപാറയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഫലവൃക്ഷങ്ങളും മതിലുകളും വൈദ്യുതി തൂണുകളും നിലംപൊത്തി. ലക്ഷങ്ങളുടെ നഷ്ടം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പനിമരണങ്ങൾ കൂടുന്നു. ഈ മാസം പകുതി പിന്നിടുമ്പോൾ പനി ബാധിച്ച് മരിച്ചത് 43 പേർ. ജില്ലയിൽ എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഒരുമനയൂർ ഒറ്റത്തെങ്ങ് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നിയമിച്ച ഡോക്ടർ വി.കെ. ബേബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ജില്ലാ കോൾ കർഷക സംഘം. ഇൻസെന്റീവ് തുക അടക്കം 1 കിലോ നെല്ലിന് 35 രൂപ സംഭരണ വില നൽകണമെന്നും കോൾ കർഷക സംഘം. RJD സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. LDF-ൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ടെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.